എന്നാലല്ലേ പറയുള്ളൂ. ഇപ്പൊ ആയില്ലല്ലോ. എന്നെ ഇലക്ഷന്റെ തന്നെ ചാർജ് എനിക്ക് തരുന്നുണ്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ലല്ലോ. ഒരുപക്ഷെ ദീപാദാസ് മനുഷ്യ പറയുന്നത് പ്രകാരം എന്നെ നിർത്തുന്നില്ല, എനിക്ക് ചാർജ് തരുന്നില്ല. വേണ്ട, തരുന്നോ എടുക്കാം. കെ സുധാകരനെ ആരാധിക്കുന്ന കോൺഗ്രസിലെ അടിത്തട്ടിലുള്ള അനുഭാവികളുടെ ആവേശമാണ് ഈ കാണുന്ന കമന്റുകൾ. ഈ സന്ദേശങ്ങളെ കോൺഗ്രസിലെ നേതാക്കൾ തള്ളിക്കളയരുത്. ഇതൊരു PR വർക്കിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളല്ല. ഒന്നാം പിണറായി സർക്കാരിനെയും രണ്ടാം പിണറായി സർക്കാരിനെയും മടുത്തിട്ട് കേരളത്തെ നയിക്കാനായി കെ സുധാകരൻ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അണികളുടെ ഈ ആവേശം കാണുമ്പോൾ കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ മാറ്റി കെ സുധാകരനെ മുഖ്യമന്ത്രിപദത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് എല്ലാവരുടെയും ആവശ്യം. സ്ഥാനമാനങ്ങളെ നോക്കാതെ തെറ്റാണെങ്കിൽ ചൂണ്ടിക്കാട്ടി പ്രതികരിക്കാനുള്ള ശക്തി കെ സുധാകരനുണ്ട്. എന്തും നേരിടാനുള്ള ശക്തിയുള്ള നേതാക്കളെയാണ് കേരളം നയിക്കാൻ വേണ്ടി മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. കെ സുധാകരനെ മാറ്റി മറ്റൊരു നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ കോൺഗ്രസിന്റെ പതനം 2026-ൽ കാണാം. അത്തരമൊരു പതനം ആഗ്രഹിക്കുന്നില്ല താഴെത്തട്ടിലുള്ള അണികൾക്ക്. പിണറായിയുടെ നേർക്ക് പോരാടിയിട്ടാണ് സുധാകരൻ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സുധാകരൻ കോൺഗ്രസിൽ ഉണ്ടാകണം.